ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 ശ്ലോകം 29. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. യജ്ഞതപസ്സുകളുടെ ഭോക്താവും സർവലോകമഹേശ്വരനും സർവഭൂതങ്ങളുടെ സുഹൃത്തുമായ എന്നെ അറിഞ്ഞാൽ ശാന്തിയെ നേടുന്നു. ഇവിടെ മോക്ഷം, ഈശ്വര സാക്ഷാത്കാരം, നിശ്രേയസം, ആത്മവിജ്ഞാനം, പരമപുരുഷാർത്ഥം, ഇങ്ങനെ അനേകം പദങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പദങ്ങളാലൊക്കെ അർത്ഥമാക്കുന്നത് ഈ പരമമായ ഈശ്വര സാക്ഷാത്കാരത്തെയാണ്. ആ ഈശ്വര സാക്ഷാത്കാരം ഒന്നിനാൽ മാത്രമേ നമുക്ക് ശാശ്വതമായ ശാന്തിയെയും സമാധാനത്തെയും ദുഃഖ നിവൃത്തിയെയും നേടാൻ സാധിക്കൂ. അപ്പം അതിനായിക്കൊണ്ട് ചെയ്യപ്പെടുന്ന ജപം തുടങ്ങിയ സർവസാധനകളും അതിനായുള്ള അറിവ് നേടാനുള്ള തടസ്സങ്ങളെ നീക്കാനേ സാധ്യമാവുകയുള്ളൂ. അറിവാണ് പരമമായ സത്യസാക്ഷാത്കാരത്തിന് കാരണമാകുന്നത്. ഏതറിവ്? ആത്മജ്ഞാനം ഒന്ന് മാത്രം. അതിനെങ്ങനെയൊക്കെ നമ്മൾ സാധനാക്രമങ്ങളെ അനുഷ്ഠിക്കണം എന്നുള്ളതിനെ ഉപദേശിച്ചു. എങ്ങനെയൊക്കെ ചെയ്താലാണ് ഫലകാമനയില്ലാതെ ഈശ്വരാർപ്പണ ബുദ്ധിയ, പിന്നെ ബാഹ്യ വിഷയങ്ങളെ പുറമെ തന്നെ ആക്കിയിട്ട് ഇനി പ്രാണായാമം തുടങ്ങിയവയെ ചെയ്തുകൊണ്ട് ധാരണാഭ്യാസം ചെയ്ത് ഇന്ദ്രിയങ്ങളെയും അന്ധകരണത്തെയും നിയന്ത്രിച്ചിട്ട് ഇച്ഛ ഭയ ക്രോധങ്ങളെ അകറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രയത്നങ്ങൾ മുഴുവനും ജ്ഞാനം നേടാനുള്ള തടസ്സത്തെ നീക്കാനുള്ളതാണെന്നാണ് പറഞ്ഞത്. ജ്ഞാനമില്ലെങ്കിൽ ഈ സാധനങ്ങളെ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അപ്പോൾ പാത്രം നന്നാക്കി എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. നന്നാക്കിയ പാത്രത്തിൽ മറ്റു കീടങ്ങളൊന്നും വീഴാതെ അതിൽ സ്വച്ഛമായ നിർമ്മലമായ പാല് തന്നെ ഒഴിക്കണം. ഏതാണ് ആ പാല്? ആ ജ്ഞാനമാകുന്ന പാല്, നറുപാല്. പാത്രം വൃത്തിയാക്കുന്ന പണി മാത്രമാണ് മറ്റ് സാധനാവിശേഷങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർവ ഉപാസനകളും അതിനായിക്കൊണ്ടാണ്. വെറുതെ വൃത്തിയാക്കി വെച്ചിട്ട് കാര്യമില്ല, എന്നും വൃത്തിയാക്കിയിട്ട് കാര്യമില്ല. അതിലേക്ക് എന്ത് വേണം? ജ്ഞാനമാകുന്ന ആ പരമമായ അതിലേക്ക് ഒഴിക്കന്നെ വേണം. അപ്പം അറിവ് നേടാനുള്ള പരിശ്രമം കൂടെ വേണം. അപ്പോൾ ആത്യന്തികമായ ശാന്തി നേടുന്നത്, സമാധാനം നേടുന്നത് ആത്മജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമാണ്. അവിടെ എവിടെ സത്സംഗങ്ങളുണ്ടോ, എവിടെ ആത്മജ്ഞാനത്തിനുള്ള വഴിയുണ്ടോ അത് നേടുക. ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. അങ്ങനെ എന്ത് വേണം? എന്നെ അറിഞ്ഞിട്ട്, പുറമേയുള്ളതിനെ അറിഞ്ഞിട്ടല്ല. ഈശ്വരൻ പലതിലുണ്ട്, എല്ലാറ്റിലുണ്ട്, സർവവ്യാപിയുണ്ട്. അതിൽ സർവവ്യാപിയായി നിലകൊള്ളുന്നതാണ് ഈശ്വരൻ. അതിലുണ്ട്, ഇതിലുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട് എന്നറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അതൊക്കെ ധാരണ ചെയ്യാൻ നല്ലതാണ്, പക്ഷെ തന്നിലുണ്ടെന്നറിയണം. സർവവ്യാപിയായ ഈശ്വരൻ തന്നിൽ നിന്ന് അന്യമായി മറ്റു പലതിലുണ്ടെന്ന ഭാവനയോടുകൂടിയാണ് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കൈകൂപ്പുന്നത്. അത് അവിടെ ഉണ്ട്, പക്ഷെ കൈകൂപ്പുന്നത് നമ്മുടെ ഹൃദയദേശത്ത് തന്നെയാണ്. അപ്പം ആ സർവവ്യാപിയിൽ താനും പെട്ടു. താൻ മൈനസ് ഈശ്വരൻ സർവവ്യാപി എന്ന അർത്ഥത്തിലാണ് അജ്ഞാനി കൈകൂപ്പുന്നത്.
അപ്പോൾ അങ്ങനെ എത്ര എത്ര ജ്ഞാനികളുണ്ടാവും, അതൊക്കെ എന്താവും, മൈനസ് ആയാൽ പിന്നെ ഈശ്വരൻ അല്പവ്യാപിയാവില്ലേ? അപ്പോൾ ഈശ്വരൻ സർവവ്യാപിയാണെങ്കിൽ ആ ഈശ്വരനെ ഉപാസിക്കുന്ന തന്നിലും ഈശ്വരനുണ്ട് എന്നുള്ള തിരിച്ചറിവ്, അതിനു വേണ്ടുന്ന അറിവ് സത്സംഗങ്ങളിലൂടെ, ആചാര്യന്മാരുടെ ഉപദേശങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു. അപ്പൊ എന്നെ അറിഞ്ഞാൽ എന്നിടത്ത് ഞാൻ ആര് എന്നതിൻ്റെ വിശേഷണങ്ങളാണ് മറ്റ് പദങ്ങളൊക്കെ. യജ്ഞ തപസ്സുകളുടെ ഒക്കെ ഭോക്താവ്. അപ്പം നമ്മൾ എന്തൊരു സാധനകൾ ചെയ്യുന്നുവോ, എന്തൊരു യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നുവോ, അതൊക്കെ ചെയ്യുന്നവൻ, നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നവനാരെ, അയാൾ അറിയണം. ചെയ്യുന്നതെല്ലാം ഭഗവാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം ആരാണോ എന്നെ കൊണ്ടത് ചെയ്യിക്കുന്നത്. ഇപ്പം ശബരിമലയ്ക്കൊക്കെ പോകുന്നവർ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ആരെയാണോ വിളിച്ച് അങ്ങോട്ട് കയറി പോകുന്നത്, ആ ഭഗവാൻ അവിടെയുമുണ്ട്. പക്ഷെ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കലല്ല പരമമായ തത്വസാക്ഷാത്കാരം. ആ വിളിക്കുന്നവൻ, എന്നെ ആ വിളിക്കാൻ പ്രേരിപ്പിച്ചവൻ, എന്നെ അങ്ങോട്ട് കയറ്റി വിട്ടവൻ, അതിന് ഉൾപ്രേരണയായി നിലനിന്ന ആ ബാഹുക്കൾ, ആ കൈകൾ ആരുടെ കൈകളാണ്? ഇങ്ങനെ സർവത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കൈകളാര്? ആ മഹാബാഹുവാര്. അതിനെ അറിഞ്ഞാൽ അത് ആരാണ്? അത് ഞാനാണ്. ഏത് ഞാൻ? ഈ മജ്ജാസ്തി മാംസ മല മൂത്ര പാത്രമാകുന്ന ദേഹത്തിൽ നിരന്തരം സ്ഫുരിച്ചു വരുന്ന ഞാൻ 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 എന്ന് പറയുന്നതിൻ്റെ മൂലം തേടിയിട്ട്, അതിൻ്റെ ഉദ്ഭവം അന്വേഷിച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നുവോ അതാണ് പരമമായ തത്വം. ആ ഈശ്വരനെ അറിഞ്ഞാൽ അതാണ് സർവത്തിനെയും ഭുജിക്കുന്നവൻ. അതുകൊണ്ട് ഭോക്താവ് അതാണ്. സർവലോക മഹേശ്വരൻ, സർവലോകത്തിൻ്റെയും മഹത്തായ ഈശ്വരനും അതാണ്. സർവഭൂതങ്ങളുടെയും സുഹൃത്ത്, എപ്പോഴും നമ്മുടെ കൂടെയുള്ളവൻ, നമ്മുടെ ലാഭത്തിലും അലാഭത്തിലും, അഥവാ സുഖത്തിലും ദുഃഖത്തിലും മാനത്തിലും അപമാനത്തിലും ഒക്കെ നമ്മുടെ കൂടെ സന്തത സഹചാരിയായി നമ്മോടൊന്നിച്ച് വസിക്കുന്നവനാണ് നമ്മുടെ ഹൃദയത്ത് കഴിയുന്ന ആ ഭഗവാൻ. ആ ഭഗവാനെ അറിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനു ദുഃഖിക്കണം, എന്തിനു ക്ലേശിക്കണം? ഇപ്പം ദേവതോപാസനകൾക്കൊക്കെ യജ്ഞങ്ങളെന്ന് പറയാറുണ്ട്. അത് ശ്രുതിവിഹിതങ്ങളായവയും സ്മൃതിവിഹിതങ്ങളായ അനേകം യജ്ഞങ്ങളുണ്ട്. ഈ യജ്ഞങ്ങളെ കൊണ്ടൊക്കെ വിവിധങ്ങളായ ദേവതമാരെ പൂജിക്കുകയാണ് ചെയ്യുന്നത്. ആ ദേവതമാരെ പൂജിക്കുന്ന യജ്ഞകർത്താവ് ആരാണ്? ഈ പരമമായ ഈശ്വരനാണ്. ആ ഈശ്വരൻ തന്നാൽ നിന്നുകൊണ്ട് തന്നെ പ്രേരിപ്പിക്കുന്നു. അപ്പം അതിനെ അറിയാതെ മറ്റ് ദേവന്മാരെയൊക്കെ പൂജിച്ചതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. അപ്പം ദേവതകൾ പലതുണ്ടാവാം. ആ ദേവതകളെ മുഴുവൻ പൂജിക്കുന്നവനാരോ, ആ ഏകനും അദ്വിതീയനുമായ ഈശ്വരൻ്റെ ഭാവങ്ങളാണെല്ലാം. തന്നിൽ താനായി വർത്തിക്കുന്ന ആ ഈശ്വരൻ തന്നെയാണ് സർവ്വദേവതകളിലൂടെയും എന്നെ അനുഗ്രഹിക്കുന്നത്, പൂജിക്കപ്പെടുന്നത്. ഏകസ്യാത്മനോന്യേ ദേവാ പ്രത്യംഗാനി ഭവന്തി. ആ ഒരു ആത്മാവിൻ്റെ പ്രത്യംഗങ്ങളാണ് അന്യദേവതകളെല്ലാം തന്നെ. അപ്പൊ ദേവതാരൂപത്തിൽ കുടികൊള്ളുന്ന ഈശ്വരൻ ഏകനാണ്, രണ്ടില്ല അവിടെ. എനിക്ക് ഉപാസനയ്ക്ക് വേണ്ടി ഞാൻ ശിവനെ പൂജിക്കുന്നു, എൻ്റെ ഇഷ്ടദേവൻ ശിവനാകാം, മറ്റൊരാളത് വിഷ്ണു ആവാം, മറ്റൊരാളത് പറക്കുട്ടിയാവാം, അതുപോലെ തന്നെ കുട്ടിച്ചാത്തനാവാം, ഗുളികനാവാം, എന്തോ ആവട്ടെ. തൻ്റെ ഇഷ്ടദേവതയിലൂടെ ആ പരമമായ സത്യത്തെ, ആ സത്യം തന്നിൽ താനായി വർത്തിക്കുന്നു. അതാണ് തന്നെ കൊണ്ടത് ചെയ്യിക്കുന്നത്. അങ്ങനെ സർവ്വയജ്ഞങ്ങളുടെയും പൂജിക്കപ്പെടുന്ന ഈശ്വരൻ ഒന്നാണെന്നറിഞ്ഞ് പൂജിക്കൂ. അതൊക്കെ വേറെ വേറെയാണെന്ന് പറഞ്ഞ് പൂജിച്ചാൽ, പല കിണർ കുഴിച്ചാൽ വെള്ളം കാണാൻ താമസം വരും. ആ കുഴിക്കുന്നതൊക്കെ ഒരു കിണറിലാവട്ടെ.
ഇപ്പം ദേവതാരൂപത്തിലും സർവയജ്ഞങ്ങളുടെയും ഭോക്താവ് ഏകനായ ആ മഹത്തായ ഈശ്വരൻ, ആ ജഗതീശ്വരൻ, പരമേശ്വരൻ, സർവേശ്വരൻ തന്നെയാണ്. ഈശ്വരൻ ഒരിക്കലും പരിമിതമായതല്ല, ഒരു സ്ഥലത്ത് കുടികൊള്ളുന്നവനല്ല. ഇനി അതിനായിക്കൊണ്ട് നമ്മുടെ ചിത്തശുദ്ധി ഉണ്ടാവണം. ആ ചിത്തശുദ്ധിക്കായിട്ട് ചെയ്യപ്പെടുന്ന ഉപാസനകളെയാണ് തപസ് എന്ന് പറയുന്നത്. ചൂടാക്കുക, ചൂടാക്കിയാലാണല്ലോ സംസ്കരിക്കപ്പെടുക. നമ്മുടെ അന്ധഃകരണത്തിൽ പലരാണ് എന്നുള്ള ചിന്തകളുണ്ടല്ലോ, അതിനെ സംസ്കരിച്ചെടുക്കാനുള്ള അതിനായിക്കൊണ്ടുള്ള ഉപാസനകളെയൊക്കെ നമുക്ക് തപസ് എന്ന് പറയാം. അതുകൊണ്ടാണ് മനസ്സശ്ചേന്ദ്രിയാണാം ച ഐകാഗ്ര്യം പരമം തപ എന്ന് മഹാഭാരത ശാന്തി പർവ്വത്തിൽ പറഞ്ഞത്. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയെ നേടിയെടുക്കാനുള്ളതിനെയാണ് തപസ് എന്ന് പറയുക. അത് 3 തരത്തിലുണ്ട്. ഒന്ന് ശരീരം കൊണ്ട് ചെയ്യുന്നത്, മറ്റു വാക്കുകൊണ്ട് ചെയ്യുന്നത്, ഒന്ന് മനസ്സുകൊണ്ട് ചെയ്യുന്നത്. അപ്പൊ യജ്ഞതപസാം ഭോക്താരം മാം ജ്ഞാത്വാ ശാന്തി മൃച്ഛതി. ഈ യജ്ഞതപസ്സുകളുടെ ഒക്കെ അത് ആരാണ് സ്വീകരിക്കുന്നത്? അത് ഞാൻ തന്നെയാണ്. ഏത് ദേവതകളുടെയും സ്വീകരിക്കുന്നത് ഏകനായ ആ പരമാത്മാവ് തന്നെയാണ്. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ലോകം, സർവ്വലോക മഹേശ്വരനുണ്ട്. സർവ്വലോകത്തിൻ്റെയും മഹേശ്വരൻ. ലോകം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നത് എന്നാണ് അർത്ഥം. അനുഭവിക്കപ്പെടുന്നതാണ് നമ്മുടെ ലോകം. ലോക്യതേ, ദൃശ്യതേ, ഭുജ്യതേ ഇതി ലോക. അപ്പം നമ്മളാൽ കാണപ്പെടുന്നതും നമ്മളാൽ അനുഭവപ്പെടുന്നതും വിഷയങ്ങളും കർമ്മഫലങ്ങളുമാണ്. അതൊക്കെ നമ്മളാൽ ഉണ്ടാക്കപ്പെട്ട ലോകങ്ങളാണ്. ആ കർമ്മങ്ങളുടെ അനുഭവത്തിനുള്ളതും ആ വിഷയാകാരത്തിലുള്ളതുമായ ലോകങ്ങൾ ഇങ്ങനെ അനേകമുണ്ട്. അവയൊക്കെയാണ് അങ്ങനെയുള്ള ലോകങ്ങൾ. അതൊക്കെ അതിന് 3ആയിട്ട് തരംതിരിക്കും: ഊർധ്വം, മധ്യമ, അധോലോകങ്ങൾ. ഇവയിൽ വസിക്കുന്ന ലക്ഷോപലക്ഷം പ്രാണിജാലങ്ങൾ. ഈ ലോകങ്ങളൊക്കെ തന്നെ ഇന്ന സമയത്ത് ഇന്നത്, ഇന്ന കാലത്ത് ഇന്നത് എന്ന നിയമങ്ങളാൽ നിലനിർത്തപ്പെടുന്നതും ആരാണ്? ആ മഹേശ്വരനാലാണ്. കേവലം മനുഷ്യനെ മാത്രമല്ല, എല്ലാം അതിൻ്റേതായ തലത്തിൽ അതിനെ നിലനിർത്തുന്നത്. സർവ്വജീവജാലങ്ങളെയും എങ്ങനെയാണോ സൃഷ്ടിക്കേണ്ടത് അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഒന്നിനും ഒന്നുപോലെ ഒന്നില്ലാതെ. ഈ നിയമങ്ങളെല്ലാം നിയമിക്കുന്ന ഒരു നിയാമകൻ, ആ പരമമായ ആ അധിനിയമത്താൽ നിയമിതങ്ങളാണ് ഈ ലോകം മുഴുവൻ. അല്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാറ്റിനും ഒരു നിയമമുണ്ട്. നിയമമുണ്ടെങ്കിൽ അതിനെ നിയമിക്കുന്ന ഒരു നിയാമക ശക്തിയുണ്ട്. ആ പരമമായ സത്യത്തെയാണ് നാം സർവ്വലോകങ്ങളുടെയും മഹേശ്വരൻ, പരമാത്മാവ് എന്നൊക്കെ പറയുന്നത്. സർവലോക മഹേശ്വരം മാം ജ്ഞാത്വാ ശാന്തി മൃച്ഛതി. ആ മഹേശ്വരനെ, അല്ലാതെ ഈശ്വരൻ പലതില്ല തന്നെ, പല ഈശ്വരന്മാരല്ല. അതൊക്കെ കാര്യസാധ്യത്തിനായിക്കൊണ്ടാണ്. ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരുന്നത് ആ പരമേശ്വരൻ മാത്രമാണെന്ന് ആരറിയുന്നുവോ? നമ്മയൊക്കെ നിയമിച്ച് നിയന്ത്രിച്ച് നമ്മയൊക്കെ എങ്ങനെയാണോ സൃഷ്ടിക്കണം അങ്ങനെ സൃഷ്ടിച്ചത് അത്യന്ത കുശലശില്പിയായ ആ പരമമായ സത്യത്തെ, ആ പരമമായ പരമേശ്വരനെ അറിഞ്ഞാൽ ശാന്തിയെ പ്രാപിക്കുന്നു. വേറെ അറിഞ്ഞിട്ടല്ല. അതെങ്ങനെയാണ്? സർവത്തിലും അകത്തും പുറത്തും ഒരുപോലെ വ്യാപിച്ച് നിലകൊള്ളുന്നവനാണ് ആ ഈശ്വരൻ. അതിന് ഉപാസനാ സൗകര്യത്തിനായിക്കൊണ്ട് അഥവാ ധാരണാഭ്യാസത്തിനായിക്കൊണ്ട് ആചാര്യന്മാർ ഉപാസനയ്ക്ക് വേണ്ടി ഓരോരോ കേന്ദ്രങ്ങളെ ഉപദേശിക്കുന്നു മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഹൃദയമാണ്. അമ്പലത്തിലൊന്നുമല്ല, ഹൃദയത്തിലാണ്. സർവചരാചരങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനാണെന്ന് ഭഗവാനെ ധ്യാനിച്ചുറപ്പിക്കണം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശോർജുന തിഷ്ഠതി എന്ന് 18-ാം അധ്യായത്തിൽ ഗീത പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ
പുറമേക്കുള്ള ഈശ്വരാന്വേഷണത്തെ തടഞ്ഞ് ഒരു ജിജ്ഞാസുവായ സാധകനെ തന്നുള്ളിൽ തന്നെ താനായി പ്രവർത്തിപ്പിക്കുന്ന ആ പരമമായ സത്യത്തിലേക്ക് ഗുരുനാഥന്മാർ തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈശ്വരാന്വേഷണത്തിലെ തന്നിലേക്ക് തിരിച്ചു വിടുന്നു. അങ്ങനെ ഈശ്വരൻ നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നതിലൂടെ നമ്മുടെ പുറമേക്കുള്ള അന്വേഷണത്തെ തിരിച്ച് തന്നുള്ളിലേക്ക് തന്നിൽ തന്നെ താനായി അറിയാൻ പോകുന്നു. തൻ്റെ ഉള്ളിലേക്ക്, ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ സാധിക്കുന്നു. ഈ ഈശ്വര സാക്ഷാത്കാരം കൂടാതെ നമുക്ക് ശാന്തി ഉണ്ടാവില്ല, ശാശ്വതമായ സമാധാനം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. നിന്നിലും എന്നിലും അതിലും ഇതിലും എന്ന് വേണ്ട, എല്ലാറ്റിലും കുടികൊള്ളുന്ന, ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാനെ അറിഞ്ഞാൽ ആത്യന്തികമായ ശാന്തിയെ നേടുന്നു. അയാൾ ആരാണ്? ആ ഈശ്വരൻ സർവ പ്രാണികൾക്കും പ്രത്യുപകാരം അപേക്ഷിക്കാതെ ഉപകാരം ചെയ്യുന്ന സർവഭൂതങ്ങളുടെയും സുഹൃത്താണ് ആ ഭഗവാൻ. പിന്നെ എന്തിനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്? ഭഗവാനെ എനിക്ക് അത് വേണം, ഭഗവാനെ എനിക്ക് ഇത് വേണം, എന്നെ നന്നാക്കി തരണം, എന്നെ മോശമാക്കരുതേ, ഇതൊന്നും വേണ്ട. ഭഗവാൻ നമ്മുടെ സുഹൃത്തായി എപ്പോഴും ഉണ്ട്. നമ്മളെന്താവണമെന്ന് ഭഗവാൻ നിശ്ചയിക്കുകയാണ്. എല്ലാം നമുക്കൊന്നും പ്രാർത്ഥിക്കേണ്ട. അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് അമ്മേനോട് പറയേണ്ട ആവശ്യമില്ല. അമ്മയാണെങ്കിൽ വിശക്കുന്നതിന് അത് എന്നേക്കാൾ അധികം അമ്മയ്ക്കറിയാം. ഇനി വിശക്കാതെയാണ് ഞാൻ ശാഠ്യം പിടിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ശാഠ്യം മാറ്റാനുള്ളത് അമ്മ തരും. ഇതുപോലെ തൻ്റെ സർവവുമാണ് ഭഗവാൻ. സർവചരാചര പ്രപഞ്ചത്തിനും സർവമഹിമകളെയും നൽകിയിരിക്കുന്നത് ആ ഏകനായ ഈശ്വരനാണ്. അവിടുത്തെ ഇച്ഛ ഇല്ലെങ്കിൽ ഒരു പുൽക്കൊടി പോലും ഇളകുന്നില്ല, അഗ്നി ജ്വലിക്കുന്നില്ല, വായു പ്രവഹിക്കുന്നില്ല, സൂര്യൻ ഉദിക്കുന്നില്ല. അങ്ങനെ എല്ലാം അവിടുത്തെ നിയാമകത്തിന് കീഴിലാണ് ഈ പ്രപഞ്ചം അഖിലവും. യജ്ഞതപസ്സുകളുടെ ഭോക്താവും സർവലോക മഹേശ്വരനായും സുഹൃത്തായും ആ പരമേശ്വരനെ അറിയുക. തന്നിൽ നിന്ന് അന്യമല്ല, താൻ തന്നെയാണ് എന്ന് അറിയുക. തന്നിൽ താനായി നിൽക്കുന്ന അതിനെ അറിയൂ. ഇതാണ് ജന്മസാഫല്യം. ഇത് കൂടാതെ ദുഃഖനിവൃത്തിയാകുന്ന ശാന്തി, ശാശ്വതമായ ശാന്തി, സമാധാനം മറ്റെന്തൊക്കെ ഭോഗ്യവസ്തുക്കൾ കൂട്ടിവെച്ചാലും കിട്ടില്ല. മറ്റൊരു ഉപായങ്ങളെ കൊണ്ടും താൽക്കാലികമായ സുഖങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ സമ്പൂർണമായ ശാന്തി, സമ്പൂർണമായ സമാധാനം, സമ്പൂർണമായ ദുഃഖനിവൃത്തി, ഇതെല്ലാം ഉപാധികളില്ലാതെ, ഓരോ ഉപാധികളാലുമല്ലാതെ തന്നിൽ തന്നെ അറിയുന്ന ആ സംസാരോപരതിയാകുന്ന ശാന്തി ആത്മസാക്ഷാത്കാരത്തിലേ ഉള്ളൂ. അതിന് നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ടുന്ന, സർവഭക്തന്മാരും ഈശ്വരൻ അന്വേഷണം ചെയ്യുന്ന സർവരും ഓർക്കേണ്ടുന്ന ഒരു ശ്ലോകത്തെ, ശ്വേതാശ്വേതേര ഉപനിഷത്തിലെ ഒരു മന്ത്രഭാഗത്തെ ഇവിടെ അവതരിപ്പിക്കുകയാണ് ഭഗവാൻ ഭാഷ്യകാരൻ. യഥാ ചർമ്മവദാകാശം വേഷ്ടയിഷ്യന്തി മാനവാഃ തദാ ദേവമവിജ്ഞായ ദുഃഖസ്യാന്തോ ഭവിഷ്യതി. സർവവ്യാപിയായ ആകാശത്തെ ഒരു തോല് മടക്കുന്നത് പോലെ ചുരുട്ടി മടക്കാൻ കഴിയുന്ന കാലത്തു മാത്രമേ ഈ പരമമായ സത്യസാക്ഷാത്കാരത്തിൽ കൊണ്ടല്ലാതെ, ഈശ്വര അന്വേഷണം കൊണ്ടല്ലാതെ, ഈശ്വര സാക്ഷാത്കാരം കൊണ്ടല്ലാതെ സമ്പൂർണമായ ദുഃഖനിവൃത്തി, ശാശ്വതമായ ശാന്തി, സമാധാനം നമുക്ക്
ഉണ്ടാവുകയുള്ളൂ എന്നാ പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ആകാശത്തെ എങ്ങനെയാ തോല് പോലെ ചുരുട്ടി മടക്കുക? അതുകൊണ്ട് മറ്റൊരു ഉപായം കൊണ്ടും മറ്റെന്തൊക്കെ പ്രയത്നിച്ചാലും, കുറേ പണം ഉണ്ടായാലോ, കുറേ സ്വത്തുണ്ടായാലോ, കുറേ ബന്ധുക്കളുണ്ടായാലോ, കുറേ സ്നേഹിക്കാൻ ബാഹ്യമായ പല വസ്തുക്കളുടെയും ഭോഗങ്ങളെ കൊണ്ടോ ഒന്നും ശാശ്വതമായ ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല. ഈശ്വര അന്വേഷണം കൊണ്ട്, ഈശ്വര സാക്ഷാത്കാരം കൊണ്ട് മാത്രമേ അതുണ്ടാവൂ എന്നാണ് ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനം. അപ്പൊ ഈശ്വരാന്വേഷണം, ഈശ്വര ചിന്ത, ഇതൊന്നേ മനുഷ്യന് ശാശ്വതമേ ഉലകിൽ എന്നൊക്കെ പാടല്ലേ? അതിൻ്റെ ഒരു ഭാവമാണ് ഉപനിഷത്ത് ഇവിടെ പറയുന്നത്. ഈശ്വരാന്വേഷണം കൂടാതെ ഒരിക്കലും ശാശ്വതമായ ശാന്തി ലഭിക്കില്ല. ശാശ്വതമായ ശാന്തി അല്ലെങ്കിൽ പിന്നെ എന്ത് ശാന്തിയുള്ളത്? അതൊക്കെ അശാന്തിയല്ലേ. ശാശ്വതമായ ദുഃഖ നിവൃത്തി അല്ലെങ്കിൽ പിന്നെ എന്ത് ദുഃഖ നിവൃത്തിയുള്ളത്? അതൊക്കെ ദുഃഖം തന്നെയല്ലേ. കാരണം സുഖം അനുഭവിക്കുന്ന വേളയിലും ആസന്ന ഭാവിയിൽ വരാൻ പോകുന്ന ദുഃഖത്തെ ഓർത്ത് അതും ദുഃഖം തന്നെയല്ലേ. അപ്പം അതിൻ്റെ അർത്ഥം ആനന്ദം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈശ്വരാന്വേഷണം, ഈശ്വര സാക്ഷാത്കാരം നേടണം. ആ ഈശ്വരൻ പുറത്തല്ല, തന്നിൽ താനായി സർവത്തിനെയും നിയന്ത്രിക്കുന്ന പരമേശ്വരൻ ഏകനാണെന്നറിയണം. അത് തന്നിൽ നിന്ന് അന്യനുമല്ല. നരന്മാരിൽ മുഴുവനും പ്രത്യേകാത്മാവായി സ്ഥിതി ചെയ്യുന്ന ആ നാരായണനെ, അതിനെ സാക്ഷാത്കരിക്കുന്നതിലൂടെ മാത്രമേ ശാശ്വതമായ ശാന്തി നേടാൻ സാധിക്കൂ. അതുകൊണ്ട് അല്ലയോ സജ്ജനങ്ങളെ, ഇത് സജ്ജനങ്ങളൊക്കെ സാധിക്കൂ. അവരെ ആ സജ്ജനങ്ങൾ എന്ന് വിളിക്കുന്നത്. ദുർജനങ്ങൾക്ക് ഇത് കഴിയില്ല. അവനവന് സ്വീകരിക്കാനാവുന്ന ഏതെങ്കിലുമൊക്കെ സാധനാ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച്, എന്തിനാണത്? അന്ധക്കരണ നിയമനം ചെയ്ത്, അന്ധക്കരണ ശുദ്ധി കൊണ്ട് അന്തര്യാമിയായിരിക്കുന്ന ആ പരമമായ തത്വത്തെ സാക്ഷാത്കരിച്ച് കൃതകൃത്യരാവാൻ ശ്രമിക്കൂ എന്ന് ഭഗവാൻ നമ്മോടൊക്കെയും ആഹ്വാനം ചെയ്യുകയാണ് ഇവിടെ. അല്ലാതെ ശാന്തി ഉണ്ടാവില്ല. അതുകൊണ്ട് വേദാന്ത സാരത്തെ ഉപദേശിച്ച്, എന്താണ് സാരം? പരമമായ ശാന്തിക്കായി പ്രയത്നിച്ചാലും വെറുതെ സമയം കളയരുതേ എന്ന് ഉപദേശിച്ചുകൊണ്ട് ഈ 5-ാം അധ്യായം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഓം തത്സദിതി ശ്രീ മഹാഭാരതേ ശതസാഹസ്ര്യാം സംഹിതായാം വൈയാസിക്യാം ഭീഷ്മപർവണി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മസന്യാസയോഗോ നാമ പഞ്ചമോധ്യായഃ. ഓം തത് സത് ഇപ്രകാരം 1,00,000 ഗ്രന്ഥങ്ങളുടെ സംഹിതയും, ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ 32 അക്ഷരങ്ങളുള്ള ഒരു ശ്ലോകത്തെയാണ് ഗ്രന്ഥം എന്ന് പറയുക. വ്യാസകൃതവുമായ, വ്യാസനാൽ വ്യസിച്ചതുമായ മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലെ ബ്രഹ്മവിദ്യയും യോഗശാസ്ത്രവും ശ്രീകൃഷ്ണാർജുന സംവാദരൂപവുമായ ഈ ശ്രീമദ് ഭഗവത്ഗീതോപനിഷത്തുകളിൽ ഉപനിഷത്തിൻ്റെ സ്ഥാനം നൽകി അലങ്കരിച്ചിരിക്കുന്ന ഭഗവത്ഗീതയിലെ കർമ്മസന്യാസം എന്നു പേരുള്ള 5-ാം അധ്യായം സമാപിച്ചു.